CPI മലപ്പുറം ജില്ലാ ക്യാമ്പിൽ CPM-നെതിരെ രൂക്ഷ വിമർശനം. CPIM തിരുത്തിയില്ലെങ്കിൽ ഇടതുമുന്നണി പൊളിയുമെന്ന് പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു. ആഭ്യന്തര വകുപ്പ് ദുർബലമെന്നും വിമർശനമുയർന്നു. CPIM കടുംപിടുത്തം തുടരുകയാണെങ്കിൽ കോൺഗ്രസുമായി സഖ്യം വേണമെന്ന് പൊന്നാനിയിൽ നിന്നുള്ള അംഗം ആവശ്യപ്പെട്ടു. സമീർ ബിൻ കരീം തിരൂരിൽ ചേരുകയാണ്. സമീർ, CPIയുടെ തുടക്കം മുതൽ തിരുവനന്തപുരം മുതൽ തുടങ്ങിയ ജില്ലാ എക്സിക്യൂട്ടീവിലും കൗൺസിലും ക്യാമ്പിലും ഒക്കെ വലിയ വിമർശനം ഉയരുന്നുണ്ട്. അതിന് തുടർച്ചയിൽ മലപ്പുറത്ത് കേൾക്കുന്ന വിമർശനങ്ങൾ എന്തൊക്കെയാണ്? ഹാഷ്മി, ഇക്കഴിഞ്ഞ ബുധൻ വ്യാഴം തീയതികളിലാണ് CPI മലപ്പുറം ജില്ലാ ക്യാമ്പ് തിരൂരിൽ നടന്നത്. ബിനോയ് വിശ്വമാണ് ഈ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നത്. ഈ ക്യാമ്പിലാണ് ഇപ്പോൾ CPIയിൽ നിന്നുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് CPM ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ ഇടതു മുന്നണി തകർന്നടിയുന്ന പൊളിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ CPM അടിയന്തരമായി തന്നെ തിരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ CPI ക്യാമ്പിൽ തന്നെ പല നേതാക്കളും ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പ് വലിയ തരത്തിലുള്ള പരാജയത്തിലേക്ക് പോയിരിക്കുന്നു. പോലീസിനെ നിയന്ത്രിക്കാനാകുന്നില്ല. പോലീസ് പാവപ്പെട്ടവന്റെ മേലെ കുതിര കയറുന്ന ഒരു ഘട്ടത്തിലാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പിൽ ശക്തമായിട്ടുള്ള ഒരു നിയന്ത്രണം നിലവിൽ വേണമെന്നുള്ളതാണ് നിലവിൽ CPIയുടെ പൊന്നാനിയിൽ നിന്നുള്ള ഒരു പ്രതിനിധി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇടതു മുന്നണിയിൽ CPIക്ക് കടുത്ത അവഗണനയും ഒപ്പം തന്നെ മാറ്റി നിർത്തലും അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കടുത്ത അവഗണന നേരിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു ഘട്ടമില്ല. പകരം ദേശീയ തലത്തിൽ കോൺഗ്രസുമായി CPI സഹകരിക്കുന്നുണ്ട്. സമാനമായ രീതിയിൽ എന്തുകൊണ്ട് കേരളത്തിലും ആയിക്കൂടെ, എന്തിനിങ്ങനെ സഹിച്ചു മുന്നോട്ട് പോകണം എന്നുള്ളതുമാണ് നിലവിൽ ക്യാമ്പിൽ ഉയർന്നിരിക്കുന്ന ഒരു ആവശ്യമായിട്ട് നമുക്ക് ഇപ്പോൾ വിവരം ലഭ്യമായിരിക്കുന്നത്. എന്നാൽ ഈ ചർച്ച തുടക്കത്തിൽ തന്നെ നേതാക്കൾ ഇടപെട്ടത് വിലക്കുകയായിരുന്നു. ഇത്തരം ഒരു ക്യാമ്പിൽ വെച്ചല്ല ഇത്തരം ചർച്ച അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത്, അതിനൊരു അവസരം ഉണ്ടാകുമെന്ന് പറഞ്ഞ് നേതാക്കൾ വിലക്കുകയാണ് ഉണ്ടായത്. ഏതായാലും കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ടാണ് CPIയുടെ ക്യാമ്പ് തിരൂരിൽ നടക്കുന്നത്. ബിനോയ് വിശ്വം തന്നെ ഈ പരിപാടിയിൽ നേരിട്ടെത്തി CPM-നെതിരെ രൂക്ഷമായ വിമർശനവും ഉന്നയിച്ചിരുന്നു. ഓക്കെ, സമീർ ബിൻ കരീമാണ് CPIയുടെ ക്യാമ്പിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.